അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഏതായാലും ഇന്ന് രാഷ്ട്രീയ ചർച്ചയിലേക്ക് കിടക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. അപ്പൊ ഏതായാലും ഒരു ക്ലിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു SDPI-കാരന്റെ ആവേശം അമ്പലക്കടവ് ഫൈസിയെ കുറിച്ചിട്ടാണ്. അദ്ദേഹം പറഞ്ഞതിന് എതിരായിട്ടുള്ള ഒരു വലിയ വീരവാദം വിളക്കിക്കൊണ്ടുള്ള ഒരു ക്ലിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് അമ്പലക്കടവ് ഫൈസി പറഞ്ഞതിൽ തെറ്റ് എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത്. എന്താണ് അമ്പലക്കടവ് ഫൈസി പറഞ്ഞതിൽ തെറ്റ്? സിമിയുടെ ജാരസന്ധതി, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. ആദ്യം എന്റെ SDPIയുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ചിട്ടാണ്. എന്താണ് ഇന്ത്യ എന്ന രാജ്യം? ഇന്ത്യ രാജ്യം ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും രാജ്യമാണ്. അമേരിക്കയുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങുന്ന ഈ തീവ്രവാദ സംഘടനകൾ ഇവിടെ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ അമ്പലക്കടവ് ഫൈസിയുടെ പ്രസ്ഥാനങ്ങളൊന്നുമല്ല. ഈ പ്രസ്ഥാനങ്ങളൊക്കെ 10-60 വർഷക്കാലമായി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പ്രവർത്തനം തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യ മഹാരാജ്യത്ത്. അതുപോലെ തന്നെ അതിന്റെ വക്താവായിട്ട് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അമ്പലക്കടവ് ഫൈസി മുന്നോട്ട് പോയിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇവിടെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരുപാട് ആളുകളെ കൊന്നു തള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ രാജ്യത്ത് കടന്ന് ഇങ്ങനെ വീരവാദം വളക്കുന്നുണ്ടല്ലോ. എന്തിനാ സുഹൃത്തുക്കളെ അങ്ങോട്ടൊക്കെ നിങ്ങൾ പോകുന്നത്? അങ്ങോട്ടൊന്നും നിങ്ങൾ പോവേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾ പറയുന്നു ഇവിടെ നിങ്ങളെ പുതിയ മുദ്രാവാക്യം എന്താണ്? മുട്ടിലെഴയാൻ പാടില്ല, നിവർന്ന് നിൽക്കണമെന്ന്. അതാണല്ലോ. എന്നാൽ ഞങ്ങൾ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന് ഒരു കഴിവും ഇല്ല എന്നാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ ക്ലിപ്പിൽ ഞങ്ങൾ കണ്ടത്. എന്റെ സുഹൃത്തുക്കൾ കാര്യം മനസ്സിലാക്കണം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താൻ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് സവർണ ഫാസിസ്റ്റുകളാണ്. എന്ത് തീരുമാനമാണ് പോപ്പുലർ ഫ്രണ്ട് അതിനെതിരായിട്ട് എടുത്തത്? ഏത് രീതിയിലുള്ള നിയമം കയ്യിലെടുക്കലാണ് നിങ്ങൾ എടുത്തത്? ഒരു സാധാ മനുഷ്യനെ, ഒരു കുടുംബനാഥനെ, 55 വയസ്സുള്ള ഒരു കുടുംബനാഥനെ ഇന്ത്യ മഹാരാജ്യത്ത് ബീഫ് തിന്നതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഒരു ചരിത്രം കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്, UP-യിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത് നടപടിയാണ് ഇവിടുത്തെ ഈ NDF-കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ചെയ്തത്? അല്ലെങ്കിൽ ഇവിടുത്തെ SDPI-കാർ ചെയ്തത്? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതാണ്. നിങ്ങൾ പറയുന്നു ഞങ്ങൾ വലിയ വീരവാദം ഇളക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അമ്പലക്കടവ് ഫൈസി എന്നൊക്കെ ചോദിച്ച് വിളിച്ചു പറയരുത്. പ്രവർത്തിച്ച് കാണിക്ക NDF-കാരാ, അല്ലെങ്കിൽ പ്രവർത്തിച്ച് കാണിക്ക് പോപ്പുലർ ഫ്രണ്ടുകാരാ. ഞങ്ങൾക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, മതേതരത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തിനൊഴികെ ഒട്ടുമുക്ക സംസ്ഥാനങ്ങളിലും ഇന്ന് ബീഫ് നിരോധിച്ചിട്ടുണ്ട് സുഹൃത്തെ. ആ ബീഫിനെതിരെ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിഞ്ഞത്? ഇന്ത്യയുടെ ജുഡീഷ്യറി നിങ്ങൾ കൈയെടുക്കുമെന്ന് പറഞ്ഞു. അത് എടുത്തത് തന്നെയാണ് തെറ്റ്. പിന്നെ നിങ്ങൾ പറയുന്നു നിങ്ങൾ സിമിയുടെ ജാരസന്ധതി അല്ല എന്ന്. സുഹൃത്തെ, സിമി നിരോധിച്ചപ്പോൾ അതിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട പല സംഘടനകൾ തന്നെയാണ് ഇവിടെ നിങ്ങളെ പ്രസ്ഥാനങ്ങളൊക്കെ. ഇവിടെ ഓരോന്നിനെ നിരോധിക്കുമ്പോഴും അത് വേറെ വേറെ പേരുകളിൽ പ്രത്യക്ഷപ്പെടും. അബ്ദുൽ നാസർ മഅ്ദനി ISS ഉണ്ടാക്കി, അത് പിന്നീട് PDP ആയി ധ്രുവീകരിച്ചു, PDP ആയി രൂപം കണ്ടു. നമുക്കറിയാം ഇതിന് ഓരോ സംഘടനകൾ ഇങ്ങനെ നിരോധിക്കും ഇന്ത്യ രാജ്യം. നിരോധിക്കുന്നതിനനുസരിച്ച് ഈ ചാര സംഘടനകളെ മുഴുവൻ, പാകിസ്ഥാന്റെ ചാര സംഘടനകളെ മുഴുവൻ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യം നിരോധിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? വേറെ വേറെ പേരുകളിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ എന്ത് ചെയ്യും? നിങ്ങളിവിടെ ഉത്ഭവം കൊള്ളും, അല്ലെങ്കിൽ നിങ്ങൾ ഉത്ഭവിച്ച് പുറത്തോട്ട് വരും. നിങ്ങൾ ഒരു സംശയവുമില്ല തീവ്രവാദ സംഘടനകളാണ്. അമ്പലക്കടവ് ഫൈസി പറഞ്ഞതിൽ അടിവരയിടുന്നു ഇവിടുത്തെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ. നിങ്ങൾ എന്തിനാ ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളുടെ കുത്തക അവകാശപ്പെടുന്നത്? ഇവിടെ RSS-ഉമായിട്ട് നേരിടണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിലപാടിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളിവിടെ എവിടെ നേരിട്ടിട്ട് ഞങ്ങൾ കാണുന്നില്ലല്ലോ RSS-ഉമായിട്ട്. എവിടെയെങ്കിലും സ്ഥലത്ത് നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ നിലപാട് ശരി. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ നേരിടും. എന്ത് നേരിട്ടു എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്റെ ഈ SDPI-കാരന് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ കേരളത്തിന്റെ മണ്ണിൽ ഫസൽ എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകൻ. അവനെ എങ്ങനെയാണ് കണ്ണൂരിന്റെ ജില്ലയിൽ കൊലപ്പെടുത്തിയത് നിങ്ങൾക്കറിയോ? അതിന് നിങ്ങൾ പകരം ചോദിച്ചിട്ടുണ്ടോ? എന്നിട്ടാണ് നിങ്ങൾ ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളുടെ കുത്തക അവകാശപ്പെടുന്ന ഈ NDF-കാരാ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരാ? നിങ്ങൾ ഇതൊക്കെ ഒന്നാണ്. ഞങ്ങളുടെ കണ്ണിൽ ഈ വർഗം മുഴുവൻ ഒന്നാണ്. സിമിയും അതുപോലെ തന്നെ ISS-ഉം PDP-യും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സംഘടനകളും, ഈ തീവ്രവാദം പ്രസംഗിച്ച് വരുന്ന സർവ്വ സംഘടനകളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യദ്രോഹികളാണ്. അതിലൊരു സംശയവും വേണ്ട. നിങ്ങൾ മുസ്ലിം സമുദായത്തിനെ മുന്നോട്ട് നയിക്കാൻ വന്നവരല്ല, അപകടത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കാൻ വന്നവരാണ്. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, ആ രാജ്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ അഹ്ലുകാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ഇവിടെ ബഹുസ്വര മതങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് ഇവിടെ എല്ലാവരെയും ബഹുമാനിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതിൽ കുറവുകൾ ഉണ്ടാവാം. ആ കുറവുകളും കൂടുതലുകളൊക്കെ നമ്മൾ പരിഹരിക്കപ്പെടേണ്ടത് ഇന്ത്യ രാജ്യത്തെ ജുഡീഷ്യറിയിലൂടെയാണ്. പിന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കെതിരെ ഇവിടെ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന്. ഈ സംഘടനകളെ മുഴുവൻ നിരോധിച്ച്
നിരോധിച്ച് വരുമ്പോ പുതുതായി ഓരോരോ സാധനങ്ങൾ ഉത്ഭവം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ പ്രസ്ഥാനം, വേറൊന്നുമല്ല. ഇതിൽ സാദാത്തുക്കളും പണ്ഡിതന്മാരൊന്നും നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു നേതാവ് നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലില്ല. ആരും ഇതിലേക്ക് വന്നിട്ടില്ല. പിന്നെ താങ്കൾ പറയുന്നത് സിമിയിൽ നിന്ന് രാജിവെച്ച ആളുകൾ മുസ്ലിം ലീഗിൽ ഇല്ലേ എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൽ സിമിയിൽ നിന്ന് രാജിവെച്ച വന്ന ആളുകളുണ്ട്, പക്ഷെ അവർ പോപ്പുലർ ഫ്രണ്ടുകാരല്ല, അല്ലെങ്കിൽ NDF കാരല്ല ഇന്ന്. അത് ആ പ്രസ്ഥാനം തെറ്റാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നവരാണ്. മനുഷ്യർ തെറ്റുപറ്റി തിരുത്തുമ്പോഴാണ് അവൻ മനുഷ്യനാകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ മൃഗമായി പ്രവർത്തിക്കരുത്. മനുഷ്യന് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ, ആ വെളിപാടുണ്ടാവുമ്പോൾ അവൻ എന്ത് ചെയ്യും? അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ തിരിച്ചു വരും. അതിനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ കയറി വരുന്നവരാണ് പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ NDF ഒക്കെ വർഗീയ ശക്തികളാണെന്നും ഈ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്നവരാണെന്നും ഇവർ ന്യൂനപക്ഷ വർഗീയത പ്രസംഗിക്കുന്നവരാണെന്നും മനസ്സിലാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ സിമിയിൽ നിന്നും അത് ശരിയല്ല പോക്ക്, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ സാധ്യമല്ല, ആ മുദ്രാവാക്യം തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് അതിനോട് സലാം പറഞ്ഞ് മുസ്ലിം ലീഗിലേക്ക് കടന്നു വരുന്ന പ്രവർത്തകന്മാരാണ്. അവരിന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരായിട്ട് ഇവിടെ വർഷങ്ങളോളമായി പ്രവർത്തിച്ച് അവരുടെ മതേതരത്വം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊന്നും ചോദ്യം ചെയ്യാൻ ഈ ഒരു NDF കാരനോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരനോ വരേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ പറയുന്നു ഞങ്ങൾ എന്താണ് നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ചെയ്യുന്നത് എന്ന്. സരിതയുടെ സുഹൃത്തെ, താനടക്കമുള്ള ആളുകൾ സരിതയുടെ ബ്ലൂ ഫിലിം കാണാൻ വേണ്ടി കാത്തിരുന്നവരല്ലേ? ഉമ്മൻചാണ്ടി സരിതയെ ഇവിടെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് കേരള ജനതയെ വഞ്ചിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയ പ്രതിപക്ഷ നേതാവിന്റെ വാക്കും കേട്ടിരുന്നവരല്ലേ നിങ്ങൾ? ആ ബ്ലൂ ഫിലിമും കാണാൻ വേണ്ടി ഈ മാസം 10-ാം തീയതി കാത്തിരുന്നവരല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്തേ പറ്റി? ആരോപണങ്ങൾ നിങ്ങൾക്ക് പറയാം. യഥാർത്ഥ മുസൽമാനാണ് താനെങ്കിൽ, ഈ പറയുന്ന പ്രസംഗിക്കണമെങ്കിൽ, ഒരു മനുഷ്യനെ കുറിച്ച് വ്യഭിചാരി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് സാക്ഷികൾ അനിവാര്യമാണ്. താങ്കളുടെ പക്കൽ അതിന് സാക്ഷികളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ സുഹൃത്തെ? ഉണ്ടെങ്കിൽ താങ്കൾ പറയണം. എന്തെങ്കിലും വിളിച്ചു പറയരുത്. വെറും ഇസ്ലാമിന്റെ ആളുകളായിക്കൊണ്ട് ഈ രാജ്യത്ത് നിങ്ങൾ മതവിദ്വേഷം വളർത്തിക്കൊണ്ട് മുന്നോട്ട് വരരുത്. പിന്നെ മുസ്ലിം ലീഗിന്റെ ആളുകൾ നിയമസഭയിൽ ചെന്നിരുന്നിട്ടോ തന്നെയൊക്കെ ഭരിക്കാണ്, തന്നെ അടക്കമുള്ള പ്രസ്ഥാനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, നിലക്ക് നിർത്തുന്നു. കേരളത്തിൽ അനങ്ങാൻ അനുവദിക്കുന്നില്ല നിങ്ങളെ. അതാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കോ. അല്ലാതെ നിങ്ങളെ പോലെയുള്ള ആളുകളെ കാണുമ്പോഴത്തിന് തുണി മടക്കി കുത്തിട്ട് അയച്ചു നിൽക്കാനുള്ളതല്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ. നിങ്ങളെയൊന്നും ഞങ്ങൾ കൗണ്ട് ചെയ്യുന്നില്ലടോ NDF കാരാ, പോപ്പുലർ ഫ്രണ്ടുകാരാ. ഞങ്ങൾ മുസ്ലിം ലീഗുകാരാണ്. ഞങ്ങൾ 66 കൊല്ലം ഈ രാജ്യത്ത് പ്രവർത്തിച്ച് ഞങ്ങളുടെ മതേതരത്വ മുഖം കാണിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ ആണുങ്ങളെ പോലെ ഈ കേരള ജനതയ്ക്ക് മുമ്പിൽ, ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ ജനാധിപത്യ സംവിധാനത്തിൽ നേരിടുന്നത്. നിങ്ങൾ ആദ്യം ജനാധിപത്യം എന്താണെന്ന് പഠിക്ക്, എന്നിട്ട് ജനാധിപത്യപരമായി ജനങ്ങളെ നേരിട്, എന്നിട്ട് നിങ്ങളുടെ വിശ്വാസം അവരിൽ അർപ്പിക്ക്, എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് രാഷ്ട്രീയം പഠിപ്പിക്കാൻ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം പഠിപ്പിക്കാനൊന്നും ഇവിടുത്തെ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനും വളർന്നിട്ടില്ല. കാരണം ഈ പ്രസ്ഥാനം വളർന്നിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് 66 കൊല്ലമായി. ഇത് ഇന്നലത്തെ മഴയ്ക്ക് കുളിർന്നു വന്നതല്ല, അതല്ലെങ്കിൽ കുതിർത്തു വന്നതല്ല. ഇതിന് 66 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ഒരുപാട് ഭീഷണികളെയും മേഷണികളെയും നേരിട്ട് അതിൽ നിന്നെല്ലാം ശരിയായ രീതിയിലുള്ള മോചനം നേടി ഈ രാജ്യത്ത് മതേതരത്വം എന്താണെന്ന് ശരിയായ ദിശയിലൂടെ കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. അതിനൊന്നും വേദോദം ഓതിത്തരാൻ ഇവിടുത്തെ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനും വളർന്നിട്ടില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ വെല്ലുവിളിക്കാനൊന്നും താങ്കളെ പോലെയുള്ള ഒരാളുകളും വളർന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ക്ലിപ്പിട്ട ആളുകളോടും ഈ ക്ലിപ്പിൽ പ്രസംഗിച്ച ആളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് സുഹൃത്തുക്കളെ. പിന്നെ സരിതനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നല്ല പ്രസംഗിക്കേണ്ടത്. മാന്യമായ രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വരാൻ ശ്രമിക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. വിശ്വാസ്യത നേടിയെടുക്ക്. കൊലപാതക രാഷ്ട്രീയം ഒന്നിനും പരിഹാരമല്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ കൊന്നവനെ കൊല്ലണം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് തന്റെതെങ്കിൽ അതുമായി യോജിച്ചു പോവാൻ ഞങ്ങളെ കിട്ടില്ല NDF കാരാ, പോപ്പുലർ ഫ്രണ്ടുകാരാ. അതാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് നിന്നോടൊക്കെ പറയാനുള്ളത്. അല്ലാതെ വൃത്തികെട്ട ഈ വിഷമുണ്ടല്ലോ, ഈ വർഗീയ വിഷം, ഇത് ഈ രാജ്യത്തൊരിക്കലും വിലപ്പോവില്ല. ഇത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരേപോലെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരുപാട് മേഖലകളിൽ നിങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, കേസെടുക്കുമ്പോൾ നിങ്ങൾ നിരോധിക്കുമ്പോൾ അത് പിരിച്ചുവിടും, എന്നിട്ട് വേറെ ഒരു സാധനത്തിന്റെ പേരിൽ ഉത്ഭവിക്കും. അങ്ങനെ തുടങ്ങി വെച്ച സിമിയുടെ ജാരസന്തതി തന്നെയാണ് ഇന്ന് ഈ കാണുന്ന പോപ്പുലർ ഫ്രണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. SDPI കാരാ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരാ.